അപ്പൊ നമ്മുടെ ഡിസൈൻ ഇപ്പൊ ഇത്ര വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വരച്ചപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന രണ്ട് വിങ് അത് പാൾസിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഞാൻ ചെയ്ത് മിറർ ചെയ്യുക ചെയ്തത്. അപ്പൊ ഈ മിറർ ചെയ്ത കമ്പൗണ്ട് ഞാൻ ഒന്നും കൂടെ ഡിസൈൻ ചെയ്യുവാണ്. അപ്പോ ഈ രണ്ട് വിങ് എനിക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്റെ ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് വിങ് ഡിസൈൻ ചെയ്യാണ്. ഈ സെലക്ട് ചെയ്ത ഒരു വിങ് ആയിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ വീട്ടിൽ അതായിരിക്കും കാണിക്കുന്നത്. അപ്പോ തുടങ്ങാല്ലേ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു പാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് യൂണിറ്റ് MMGSലേക്ക് ആക്കുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കേർവ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ കേർവ് എടുക്കുവാണ്. ഈ കേർവിന്റെ കോർഡ് ലെങ്ത് വെച്ച് കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 mm. ഇനി ഞാൻ സ്കെച്ചിൽ പോകുന്നു. എന്നിട്ട് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൺവേർട്ട് എൻറ്റിറ്റീസ് ആക്കി മാറ്റുകയാണ്. ഇതിപ്പോ ഒരു എൻറ്റിറ്റി ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. എനിക്കിനിപ്പോ എന്റെ ലെഫ്റ്റ് വിങ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ലെഫ്റ്റ് വിങ്ങിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വേണം പോകാൻ. എന്റെ മൗസ് ഇപ്പൊ ഈ പോകുന്ന ഈ ഡയറക്ഷനിൽ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം ഞാൻ വരയ്ക്കാൻ. അതേ സമയത്ത് ഒരു ഡൈഹീഡ്രൽ ആംഗിൾ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോകണം വിങ്. ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു ആംഗിളാണ് പോകാൻ. അപ്പൊ ഡൈഹീഡ്രലാവും. അൺഹീഡ്രലായിരുന്നെങ്കിൽ ഈ മേളത്തെ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് വരും വിങ്ങിന്റെ ആക്സസ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് താഴെ നിന്ന് മേളിലേക്ക് പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യാൻ. അപ്പോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കി ഡിസൈൻ ചെയ്യാം. ഇനി എക്സിറ്റ് ചെയ്യുക. നമ്മളിപ്പോഴും ഇവിടുത്തെ പ്ലെയിനിൽ ഫ്രണ്ട് പ്ലെയിനിലാണ് ഇരുന്നത്. അത് മാറിയിട്ട് നമുക്കിനി ടോപ്പ് പ്ലെയിനിൽ പോയിട്ട് സ്കെച്ച് ചെയ്യണം. ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇനി കൺസ്ട്രക്ഷൻ ലൈൻ താഴോട്ടേക്ക് വരയ്ക്കുക. അപ്പോ ലീഡിങ് എഡ്ജിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ താഴോട്ടേക്ക് വരയ്ക്കുകയാണ്. ഒരു കൺസ്ട്രക്ഷൻ ലൈൻ കൂടെ വരയ്ക്കുകയാണ്. അപ്പൊ എന്റെ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11.5369 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. അപ്പോ അതായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ഫോർ സ്വീപ്പ് ആംഗിൾ. സോ ഇത് ഞാൻ നേരത്തെ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 11.54 ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പൊ 11.54 കൊടുക്കാം. അപ്പൊ ഇതെന്റെ സ്വീപ്പ് ആംഗിളായി. ഇനി എനിക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സ്വീപ്പ് സെലക്ട് ചെയ്ത ലൈനിൽ എനിക്കൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ റെഫറൻസിൽ പോയിട്ട് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സിംഗിൾ റെഫറൻസ് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് റെഫറൻസ് ആയിട്ട് ടോപ്പ് പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫുള്ളി ഡിഫൈൻഡ് എന്റെ സ്കെച്ച്. ഇനി എനിക്ക് ഈ പ്ലെയിനിൽ വേണം എന്റെ ഡൈഹീഡ്രൽ ആംഗിൾ വരയ്ക്കാൻ. അപ്പൊ ഡൈഹീഡ്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് മേലോട്ട് വേണം വരയ്ക്കാൻ. സോ ഈ ലൈനിലാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് മേലോട്ട് വരയ്ക്കണം ഡൈഹീഡ്രലിന്. അൺഹൈഡ്രൽ ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് വരച്ചാലും മതി അൺഹൈഡ്രൽ വരയ്ക്കുമ്പോൾ. അപ്പോ അതിനു മുമ്പേ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പ്ലെയിനിൽ വേണം സ്കെച്ച് ചെയ്യാൻ. അല്ലാണ്ട് ഇവിടെ ഞാൻ വെക്കുന്നത് ഇതിപ്പോ എന്റെ ഫ്രണ്ട് പ്ലെയിൻ അല്ലല്ലോ. ഇപ്പൊ ഏതാ ഇതിന്റെ റൈറ്റ് പ്ലെയിൻ ആണ്. ഇപ്പൊ റൈറ്റ് പ്ലെയിനിൽ ഇതായിരിക്കാൻ വരയ്ക്കുന്നത്. പക്ഷെ എനിക്ക് ഈ പ്ലെയിൻ 1 എന്ന് പറഞ്ഞ പ്ലെയിനിൽ വരയ്ക്കണം. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് രണ്ട് സെയിം അല്ലേ? നിങ്ങൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ രണ്ടും സെയിം അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് എന്റെ പ്ലെയിൻ 1ഉം ഇതായിരിക്കും എന്റെ റൈറ്റ് പ്ലെയിൻ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പ്ലെയിൻ 1ൽ വരയ്ക്കാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു പ്ലെയിനിൽ. എന്നിട്ട് സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എന്റെ പ്ലെയിൻ ആണെങ്കിൽ ഈ എയർഫോയിൽ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും കുറച്ച് ടിൽറ്റഡ് ആയിരിക്കുകയാണ്. ഓക്കെ, സോ ആ ടിൽറ്റിനെ വെച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്തത്. അപ്പൊ പ്ലെയിൻ വരയ്ക്കുമ്പോൾ വേറെ സംഭവം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരച്ചാലും ഇനിയിപ്പോ ഈ പോയിന്റ് ഓഫ് വ്യൂല് വെച്ച് വരച്ചാൽ പോലും കുഴപ്പമുണ്ടാവില്ല. കാരണം ഞാൻ വരയ്ക്കുന്ന എന്താണെങ്കിലും അത് പ്ലെയിൻ 1ൽ വരുന്നു. എന്നാൽ പോലും എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലെയിൻ 1ൽ ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ വരച്ചു തുടങ്ങുക. എയർഫോയിൽ ഈ ഷേപ്പിൽ വന്ന് തുടങ്ങും ഒരു ആംഗിളിൽ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡൈഹീഡ്രൽ വരയ്ക്കുന്നതിന് വേണ്ടി ഞാനൊരു ലൈൻ എടുക്കുന്നു. എന്നിട്ട് മേലിലോട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ വിങ് സ്പാൻ ഡിഫൈൻ ചെയ്യുന്നു, ഹാഫ് വിങ് സ്പാൻ. അപ്പോൾ അത് 50 സെന്റിമീറ്റർ ആണ്, വെച്ചാൽ 100 mm. ആൻഡ് ഇവിടുന്നുള്ള ആംഗിൾ കൂടെ എനിക്ക് ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോ അതിന്റെ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.086 സംതിങ് ആണ്. അപ്പോൾ ഞാൻ അറൌണ്ട് 4.09 എന്ന വാല്യൂ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ 4.09
4.09 ഞാൻ വാല്യൂ എൻട്രി ആണ്. അപ്പൊ എനിക്ക് ആ ഹൈഡ്രലിലും കിട്ടി. ഇനി ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് എനിക്ക് സ്കെച്ച് ചെയ്ത്. എന്നിട്ട് എനിക്ക് എൻ്റെ ഈ കേവ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണം. അതിന് മുമ്പ് എനിക്കൊരു പ്ലെയിൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ആ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യും. റെഫറൻസ് പ്ലെയിനിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് റെഫറൻസ് കൂടെ കൊടുക്കണം. സെക്കൻഡ് റെഫറൻസ് ഞാൻ എൻ്റെ ഫ്രണ്ട് പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യും. ഫുള്ളി ഡിഫൈൻഡ് ആവും. എന്നിട്ട് ഞാൻ ഇനി ആ സ്കെച്ചിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഞാൻ പ്ലെയിൻ ടൂല് ക്ലിക്ക് ചെയ്തിട്ട് സ്കെച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. ഞാൻ എൻ്റെ എയർഫോയിലിന് വീണ്ടും ഒരു കൺവേർട്ട് എൻറ്റിറ്റീസ് കൊടുക്കും. കൺവേർട്ട് എൻറ്റിറ്റീസ് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ എയർഫോയിൽ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അതാണ് കൺവേർട്ട് എൻറ്റിറ്റീസ് കൊടുക്കുന്നതിന്റെ പ്രത്യേകത. ഈ കൺവേർട്ട് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് എൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് എൻ്റെ സ്വീപ്പും ഡയഹെഡ്രലും ആയിട്ടുള്ള ആംഗിള്. അപ്പോൾ ലൈക്ക് രണ്ട് വിത്ത് റെസ്പെക്ട് ടു ഫേസസ് ഒരു 3D ആയിട്ട് വരുന്ന ഒരു ലൈൻ ആയിരിക്കും. അപ്പൊ എനിക്ക് ഈ ലീഡിങ് എഡ്ജിന്റെ അടുത്ത ഭാഗം എനിക്ക് ഇവിടെ വേണം വരാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് മൂവ് എൻറ്റിറ്റീസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുമായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ എൻറ്റിറ്റി ക്ലിക്ക് ചെയ്യും, എന്നിട്ട് മൂവ് എൻറ്റിറ്റീസ് കൊടുക്കും. എന്നിട്ട് എൻ്റെ കേഴ്സർ ആണെങ്കിൽ ഞാനാണെങ്കിൽ ലീഡിങ് എഡ്ജ് ക്ലിക്ക് ചെയ്യും. അപ്പൊ എനിക്കിത് ഫ്ലോട്ട് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു പോയിന്റിൽ കൊണ്ടുപോയി വെക്കും. സോ എൻ്റെ എയർഫോയിൽ ഇപ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്വെപ്റ്റ് ആംഗിളും ഉണ്ട്, അതേ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡയഹീഡ്രലും ഉണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതായ സ്ഥിതിക്ക് ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ആവശ്യമില്ലാത്ത പ്ലെയിൻസ് എല്ലാം ഞാൻ ഹൈഡ് ചെയ്തിടും. എനിക്ക് സ്കെച്ചസിന് ഇതിനൊന്നും ആവശ്യം വരില്ല. അപ്പൊ ഇത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ലോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂളായിരിക്കും യൂസ് ചെയ്യുന്നത്. ലോഫ്റ്റ് ടൂൾ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വിങ് മുഴുവൻ എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ലോഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിങ് ഫുള്ളായിട്ട് എനിക്ക് കിട്ടും. ഇപ്പോൾ ലോഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്വെപ്റ്റും കിട്ടും, അതേ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കൊരു ഡയഹെഡ്രൽ ആംഗിളും കിട്ടും. ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൽ പോയിട്ട് സ്കെച്ച് ചെയ്യും. അപ്പോൾ ടോപ്പ് ലൈനിൽ ചെയ്തിട്ട് ഇനി ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 2 mm റിബ് ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ അതും എനിക്ക് ഒരു ഇത് ചെയ്യാനുണ്ട്. ഈ ഡിസ്റ്റൻസ് എനിക്ക് അറിയിക്കണം, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്മാർട്ട് ഡയമെൻഷനിൽ പോയിട്ട് ഈ ഡയമെൻഷൻ എത്ര നോക്കും. ഈ ഒരു ഡയമെൻഷനിലേക്ക് എനിക്ക് വേണ്ടത് 488.65. എനിക്കാണെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം എനിക്ക് 20 റിബ് വേണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 488.65 ഞാൻ കാൽക്കുലേറ്റ് ഇട്ടിട്ടെ. അപ്പോൾ 488.65 ദാറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ എനിക്ക് 20 റിബ്സ് ആണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ 20 കൊടുക്കും. ആൻഡ് അത് നമുക്ക് കിട്ടുന്ന ആൻസർ 24.4325 ആണ്. ബട്ട് എൻ്റെ റിബിന്റെ ഓരോ റിബിന്റെ സൈസ് വെച്ചാൽ 2 mm ആണ്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എൻറ്റയർ വാല്യൂ -2 എനിക്ക് കൊടുക്കണം. അപ്പോൾ ദിസ് വാല്യൂ -2, അപ്പോൾ 22.4325. അപ്പൊ ഈ ഒരു വാല്യൂലാണ് എൻ്റെ കട്ടിന്റെ ഡെഫിനിഷൻ മുഴുവൻ. അപ്പൊ എൻ്റെ ഓരോ റിബിനും ഇടയ്ക്കുള്ള കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 22.43 ഡിസ്റ്റൻസിൽ വേണം മാറിയിരിക്കാൻ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ഇനി ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് സിംപ്ലി ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പോവുകയായിരിക്കും. എന്നിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന പാരാമീറ്റേഴ്സിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കട്ട് ചെയ്യാൻ, ഇത് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന റെക്ടാങ്കിൾ. അപ്പോൾ ഞാൻ ഈ സൈഡ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു, 22.43 അല്ലേ, 22.43 എന്ന വാല്യൂ കൊടുക്കും. അതേ സമയത്ത് ഇവിടുന്ന് എൻ്റെ ഫസ്റ്റ് റിബ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ് ഞാൻ 2 mm ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പൊ ഇത് ക്രിയേറ്റ് ആയ സ്ഥിതിക്ക് എനിക്ക് ഇത് കട്ട് ചെയ്യാം ഡയറക്റ്റ്. അപ്പോ കട്ട് ചെയ്യാൻ ഞാൻ പോവുകയാണ്. എക്സ്ട്രൂഡ് കട്ട് എന്ന ഓപ്ഷൻ എടുക്കും. അപ്പൊ എനിക്ക് കുറച്ച് എറേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ എറേഴ്സ് ഞാൻ ശരിയാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സ്കെച്ച് ഞാൻ സ്റ്റെപ്പ് ഫയൽ ആക്കുമ്പോഴാണ്. എനിക്ക് അറിയില്ല എന്തുകൊണ്ട് ഫ്രീ എറർ വരുന്നത്.
വേറെ കുറെ മെത്തഡുകൾ ഞാൻ നോക്കിയായിരുന്നു, ലൈക്ക് താഴെ പ്ലെയിൻ വരച്ചിട്ട് ചെയ്യുക, പക്ഷെ അതൊന്നും എനിക്ക് വന്നില്ല. അപ്പോൾ ഈ എറർ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട്. ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന എയർ ഫോയിൽ സ്റ്റെപ്പ് ഫയൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, സ്കെച്ച് ചെയ്തോണ്ടിരിക്കട്ടെ. ഞാൻ ഈ ഒരു സാധനം സേവ് ചെയ്യാൻ പോവാണ്. സേവ് ആസ് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ സ്റ്റെപ്പ് ഫയൽ stp.ap2.4 എന്ന ഫയൽ ഫോർമാറ്റിൽ സേവ് ചെയ്യും. എന്നിട്ട് എനിക്ക് എൻ്റെ ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡറിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഫോറിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ലെഫ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫ്രണ്ട് FL എന്ന് പറഞ്ഞൊരു പ്ലെയിൻ പേരിൽ ഞാൻ സേവ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഫ്രണ്ട് ലെഫ്റ്റ് വിങ്. അപ്പോൾ എന്നിട്ട് ഞാൻ ചുമ്മാ എൻ്റർ അടിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യണം. അവിടെ പോയിട്ട് ഞാൻ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അത് ഞാൻ കൊടുക്കുന്നു. ഇനി ഞാൻ ഇതിലായിരിക്കും എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്കെച്ചസ് നോക്കുവാണെങ്കിൽ അതിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് ഒന്നുകൂടെ ചെയ്യാൻ പോയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ വീണ്ടും സ്കെച്ച് ചെയ്യാൻ പോവാണ്. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യും ഞാൻ. എന്നിട്ട് ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും ഇവിടെ. റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഞാൻ മറ്റേ പറഞ്ഞ പാരാമീറ്റർ ഇവിടെ വന്നിട്ടുള്ളത് 22.43 ആയിരിക്കും. അത് 0.80 കാണിക്കുന്നത് ഇഞ്ച് വാല്യൂ ആണ് കാണിക്കുന്നത്. അത് കുഴപ്പമില്ല. ഞാൻ ഈ ഡിസ്റ്റൻസ് എനിക്ക് 2 mm ആണെന്നറിയാം. അപ്പോൾ ഞാൻ 2 mm കൊടുക്കും. അപ്പോൾ ഈ 0.08 എന്ന് പറഞ്ഞ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ടഡ് ടു ഇഞ്ച്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് ഡയറക്റ്റ് ഇത് കട്ട് ചെയ്യാന്നേ ഉള്ളൂ. ഫീച്ചേഴ്സിൽ പോകുന്നു, എക്സ്ട്രൂഡ് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. എന്നിട്ട് ഈ ഒരു വ്യൂ നോക്കിയിട്ട് ഞാൻ മിഡ് പ്ലെയിൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മിഡ് പ്ലെയിൻ ആണെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ഒരു കട്ട് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ 2 mm ആയിരിക്കും. ആൻഡ് ഈ ഒരു ഫുൾ എൻറ്റയർ ക്യൂബിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 22.43 ആയിരിക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഓക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് കട്ട് ആയി കിട്ടിയിട്ടുണ്ട് എൻ്റെ റിബ്. ഇതിപ്പോൾ ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട ഇത് സോഫ്റ്റ്വെയറിൻ്റെ ഇതാണ് ഇഷ്യൂ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ കട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കട്ട് എനിക്ക് ത്രൂ ഔട്ട് ആയിട്ട് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ ലീനിയർ പാറ്റേൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ് എനിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആദ്യമാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഫീച്ചേഴ്സ് ആൻഡ് ഫേസസ് സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് കട്ട് എക്സ്ട്രൂഡ് ഞാൻ സെലക്ട് ചെയ്യും. കാരണം എനിക്ക് ഈ കട്ട് ചെയ്ത സാധനമാണ് എനിക്ക് ഒരു പാറ്റേണിലായിട്ട്, ഇല്ലെങ്കിൽ മിറർ ചെയ്യുന്ന പോലെ തന്നെ, മിറർ ചെയ്യുന്ന പറയാൻ പറ്റില്ല, എന്നാലും കട്ട് ചെയ്യുന്നതായിരിക്കും എനിക്ക് റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യും. എനിക്ക് ഡയറക്ഷൻ സ്പെസിഫൈ ഉണ്ട്. ഡയറക്ഷൻ സ്പെസിഫൈ ആകുമ്പോൾ ഞാൻ ഈ ഫേസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പാർഷ്യൽ റിവ്യൂ കിട്ടും ഇവിടെ വരുന്നത്. എന്നിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 24.23 എന്നുള്ള വാല്യൂലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കാരണം ഞാൻ ഇത്തവണ എല്ലാം കൂട്ടുണ്ട്, മറ്റേ 2 mm ഇതുവരെ കൂട്ടുണ്ട് റിപ്സ്. സോ എനിക്ക് ഇത്ര വാല്യൂസ് കിട്ടും. എന്നിട്ട് എനിക്ക് 20 വാല്യൂ 20 എണ്ണമാണ് വേണ്ടത്. പക്ഷെ 20 എണ്ണം അടിക്കുമ്പോൾ അവസാനത്തെ റിബിന് എന്തോ ഇഷ്യൂ വരാറുണ്ട്. അത് ഞാൻ നോക്കാം ഇത്തവണ. എൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്, ഓൾ ബോഡി സെലക്റ്റഡ്. അപ്പോൾ 20 mm കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു അൺയൂഷ്വൽ ആയിട്ട് കുറച്ച് വലിപ്പമായിട്ടുള്ളത് വന്നിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് റെക്ടിഫൈ ചെയ്യാം. ഇപ്പോൾ ലീനിയർ പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ പോയിട്ട് കട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു. കട്ട് എക്സ്ട്രൂഡ് ആദ്യം ഫീച്ചേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് പോകുന്നു, എന്നിട്ട് കട്ട് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്യുന്നു. ഇതിന്റെ ഡയറക്ഷനിൽ പോയിട്ട് ഞാൻ ഈ റിബന്റെ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ 20 എന്നുള്ള കണക്ക് ഞാൻ 19 ആക്കി മാറ്റാൻ പോവാ. ഓക്കെ, 19 ആവുന്നു, മറ്റേ 24.23 ആക്കുന്നു. അപ്പോ എനിക്ക് ഈ ഒരു റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ബോഡീസ് കൊടുക്കുന്നു. അപ്പോൾ എൻറ്റയർ റിബ്സ് എനിക്ക് ഇത്ര ആയി മാറിയിട്ടുണ്ട്.
ഇനി അവസാനത്തെ റിബും കൂടെ ഞാൻ മാനുവലി കട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇനി ഞാൻ ഇവിടെ പോയിട്ടൊരു സിമ്പിൾ സ്കെച്ച് വരയ്ക്കുന്നു. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇത് ഞാൻ 20.43 ആയിരിക്കും കൊടുക്കുന്ന ഇത്തവണ. അതേ സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ അത് എൻ്റെ 2 mm ആയിരിക്കും ആസ് യൂഷ്വൽ. സോറി, ഇത് 20 അല്ല, 22.40. ഓക്കെ, 24.33 എടുക്കുമ്പോഴാണ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ലെങ്തിൽ ഞാൻ കട്ട് ചെയ്യുന്നു. അപ്പോ ഇതിപ്പോ വരച്ച സ്ഥിതിക്ക് എനിക്ക് ഇത് ഡയറക്റ്റ് എക്സ്ട്രൂഡ് കട്ട് കൊടുക്കാം. എനിക്ക് ഡയറക്റ്റ് എക്സ്ട്രൂഡ് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബോഡീസ് ഓക്കെ ആയിട്ട് കിട്ടും. അപ്പൊ എനിക്കിപ്പോ എൻ്റെ എല്ലാ റിബ്സും കട്ടായി കിട്ടിയിട്ടുണ്ട്. ഈ എനിക്ക് അടുത്ത ചെയ്യാനുള്ള പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്നാണെങ്കിൽ ഒരു റിബ് ലീഡിങ് എഡ്ജിന് വേണ്ടി ഒരു റിബും വേണം, സെന്ററിൽ നിന്ന് ഒരു സ്പാറും പോകണം, ട്രെയിലിംഗ് എഡ്ജിൽ ഒരു സ്പാർ വേണം. ഇതെല്ലാം ഞാൻ വരയ്ക്കാൻ വേണ്ടി ആദ്യമേ തന്നെ സ്കെച്ച് കൊടുക്കണം. അതിന് ഞാൻ ഫസ്റ്റ് ഈ ഒരു എയർഫോയിൽ സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ സ്കെച്ച് കൊടുക്കുന്നു. And the first thing what I'm going to do is that I'm going to create a construction plane, sorry, a construction line. So construction line വേണ്ടി ഞാൻ ട്രെയിലിംഗ് എഡ്ജിൽ നിന്ന് ലീഡിംഗ് എഡ്ജ് വരെ ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ഒരു സ്ക്വയർ വരയ്ക്കും ആക്ച്വലി. എന്നിട്ട് അതിൻ്റെ ഡിഫൈൻ ചെയ്യും. ഞാൻ 5 mm ഒരു സ്പാർ ആയിരിക്കും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പേസിങ്ങിന് വേണ്ടി ഞാൻ 10 mm കൊടുക്കും, ഒരു സെന്റിമീറ്റർ എന്നുള്ള കണക്കിൽ. എന്നിട്ട് ഞാൻ താഴെ വീണ്ടും ഒരു റെക്ടാങ്കിൾ വരയ്ക്കായിരിക്കും എൻ്റെ മെയിൻ സ്പാർ ആയിട്ട്. അത് ഞാൻ ഒരു 1/2 ഇഞ്ചിന്റെ ഒരു അലുമിനിയം പ്ലേറ്റ് വരാനാണ് പ്ലാൻ. അപ്പോൾ അതിന്റെ തിക്നെസ് ഞാൻ 1 mm കൊടുക്കും. ആൻഡ് അതിന്റെ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് 12.25 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.45 സെന്റിമീറ്റർ ആയിരിക്കും ഒരു ഇഞ്ച്. അതിന്റെ പകുതി എന്ന് പറയുന്നത് 1.255 1.225 ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അതാണ് 1/2 ഇഞ്ച്. അത് ഈ വാല്യൂ എടുത്തു. എനിക്ക് ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സേവ് ചെയ്യുന്നു, ആക്ച്വലി പോസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെയും പോയിട്ട് ഇവിടെ സ്കെച്ച് വരയ്ക്കണം. അപ്പൊ ഞാൻ ഈ ഒരു പ്ലേസ് സെലക്ട് ചെയ്യുന്നു. സെയിം പ്രോസസ്. ആദ്യം ഞാൻ ഒരു സെന്റർ ലൈൻ വരയ്ക്കുന്നു. ഫ്രണ്ടിൽ ഞാൻ പാരലാവുന്ന ആ ഒരു റിലേഷൻ കാണിക്കുന്നവരെ വരയ്ക്കും. എന്നിട്ട് ഇനി സെയിം പ്രൊസീജിയർ ഒരു 5 mm സൈസ് ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കും. അതിനെ സെലക്ട് ചെയ്യും. സോറി, ഇത് 5 mm കൊടുക്കും. ഏഴത്തെ ഭാഗം 5 mm കൊടുക്കും. എന്നിട്ട് സെയിം സാധനം കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുന്നു. കൺസ്ട്രക്ഷൻ ലൈൻ 10 mm ആണ്. That is 1 centimeter. And again I'm going to draw the main spar
which is having a thickness of 1 mm and a total breadth of around 12.25 mm. സോ നമുക്കിത് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എക്സിറ്റ് അടിക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ലോഫ്റ്റ് ടൂൾ വെച്ചിട്ട് ഡയറക്റ്റ് ലോഫ്റ്റ് ചെയ്യാൻ പോവാണ്. ലോഫ്റ്റ് ബേസ് ഇത് എടുത്തിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെലക്ഷനിൽ വരുമ്പോൾ എനിക്ക് ഈ ഒരു പീസ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു റീജിയൻ 1 ആയി കിട്ടും. എന്നിട്ട് എനിക്ക് ഇവിടെയും വന്നിട്ട് എൻ്റെ ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ റീജിയൻ 2 ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ലോഫ്റ്റ് ചെയ്യാൻ ഒരു ടൂൾ വരും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈനാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ കൊണ്ടുപോയി വെക്കുക. ഞാൻ തൽക്കാലത്തേക്ക് താഴത്തെ എൻഡ് പോയിന്റിൽ വെക്കാം. അപ്പോൾ മറ്റേതും അതേപടി എന്നെ താഴത്തെ എൻഡ് പോയിന്റിൽ വെക്കുക. അപ്പോൾ സ്മൂത്ത് ആയിട്ട് കിട്ടും. എന്നിട്ട് ലോഫ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റിബ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കേഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ലീഡിങ് എഡ്ജിലത്തെ സ്പാർ ഞാൻ പറയില്ല, പക്ഷെ ലീഡിങ് എഡ്ജിലത്തെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ബാൾസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഓക്കെ ആവും. ഇനി എനിക്ക് എൻ്റെ ഇവിടുത്തെ ബാക്കി ഇരിക്കുന്ന മെയിൻ സ്പാറിന് വേണ്ടി ഞാൻ അലുമിനിയം ആയിരിക്കും കൊടുക്കുന്നത്. ഇത് എൻറ്റയർ പ്രോസസ്സ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ലീഡിങ് എഡ്ജിൽ വരുന്ന ബാൾസ് ആയിരിക്കും, റിബ്സും ബാൾസ് ആയിരിക്കും. എനിക്കിത് വേറെ അലുമിനിയം ഞാൻ അസംബ്ലിയിലായിരിക്കും ചെയ്തത്. സോ ഇവിടെ എനിക്ക് ലോഫ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സ്ട്രൂഡ് കട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രൂഡ് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. സോറി, എക്സ്ട്രൂഡ് കട്ട് അല്ല, ലോഫ്റ്റ് കട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ആംഗിളിൽ ഇരിക്കുന്ന സാധനം ആയതുകൊണ്ട് എനിക്ക് ലോഫ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്കെച്ച് ഒന്ന് ഷോ ചെയ്യട്ടെ. എന്നിട്ട് കട്ട് ലോഫ്റ്റിൽ പോയിട്ട് ഞാൻ സെയിം പ്രൊസീജിയർ നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ ഇന്ന് സെലക്ട് ചെയ്യും. എൻ്റെ പ്രൊഫൈൽസ് രണ്ടും സെയിം ആക്കാൻ നോക്കും. ഓക്കെ ആണെങ്കിൽ ഓക്കെ, ആവശ്യമില്ലാത്ത ഫേസസ് വരുന്നു. ആദ്യം ഒരു പ്രൊഫൈല് ഓക്കെ റീജിയൻ്റെ ആവശ്യമില്ല. 2 ഞാൻ മോഡൽസ് ചെയ്യട്ടെ. ഇപ്പം എൻ്റെ ഗൈഡ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇത് കട്ട് കിട്ടും പ്രോപ്പറായിട്ട്. ഞാൻ കട്ട് കൊടുക്കും. അപ്പം എനിക്ക് എല്ലാത്തിനും കട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് കാണാനും പറ്റും പ്രോപ്പറായിട്ട് തന്നെ കട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് എനിക്ക് ബാക്കിലത്തെ ഇവിടെ സൈസ് കുറവായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് സ്കെച്ച് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. മറ്റേ സ്കെച്ചിന്റെ കൂടെ ഞാൻ കണക്കാക്കില്ല, സെപ്പറേറ്റ് സ്കെച്ച് ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ സ്കെച്ച് ക്രിയേറ്റ് ചെയ്യും. സോറി, ന്യൂ സ്കെച്ച് അല്ല, ഞാൻ ഈ പ്ലെയിൻ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സ്കെച്ച് ചെയ്യും. സ്കെച്ച് ചെയ്യാൻ നേരത്തെ ഞാനൊരു ട്രയാങ്കിൾ ഇതായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് റെക്ടാങ്കിൾ ഫേസ് ക്രിയേറ്റ് ചെയ്താൽ എളുപ്പത്തിൽ വരയ്ക്കുന്നതേ ഉള്ളൂ. ഞാൻ ലൈൻ ഉപയോഗിക്കാൻ പോവാണ് തൽക്കാലത്തേക്ക് എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി. അപ്പം ഞാൻ ലൈൻ വെച്ചിട്ട് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വിട്ട് ഒരു 10 mm 1 സെന്റിമീറ്ററിന്റെ അളവിൽ വരുന്ന ഒരു ലൈൻ വരയ്ക്കാൻ പോവാ. അപ്പോൾ അത് 10 mm ആയിരിക്കും. എന്നിട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേലത്തെ പീസ് ടച്ച് ചെയ്യുന്ന വരെയുള്ള, ആൻഡ് ബാക്കിയെല്ലാം നമുക്ക് നോർമലായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കെച്ചിൽ എക്സിറ്റ് ആവുന്നു. ഇതുപോലെ തന്നെ എനിക്ക് അവിടെയും വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കാൻ നേരത്തെ ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. ഞാൻ ഇനി ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാനൊരു 10 mm എന്നുള്ള കണക്കിൽ തന്നെ എടുക്കുന്നു.
എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് രണ്ടും വരച്ച സ്ഥിതിക്കാണെങ്കിൽ ഞാൻ സ്കെച്ചിന് എക്സിറ്റ് ആവുകയാണ്. ഡയറക്റ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫീച്ചേഴ്സിൽ പോകുന്നു, ലോഫ്റ്റ് ബോസ് പീസ് കൊടുക്കുന്നു. എന്നിട്ട് ഇത്തവണ ഞാൻ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്കെച്ച് സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ഞാൻ ഇവിടുത്തെ സ്കെച്ചും കൂടെ സെലക്ട് ചെയ്യും. അപ്പോൾ വീണ്ടും സ്കെച്ച് എനിക്ക് ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, കാരണം ഇവിടുത്തെ എയർഫോയിലിന്റെ സെക്ഷൻ ഭയങ്കര ചെറിയതാണ്. ഇപ്പൊ എനിക്കിത് പക്ക ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്യാൻ നോക്കുവാണ്. സോറി, ഒരു സംഭവം ഉണ്ട്. ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ ഒരു കാര്യം തെറ്റിച്ചു. വെച്ചാ ഞാൻ റെക്ടാങ്കിൾ അല്ലായിരുന്നു വരയ്ക്കേണ്ടത്. ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞേക്കാം. ഞാൻ ഒരു ട്രയാങ്കിൾ ആയിരുന്നു വരയ്ക്കേണ്ടത്, അത് വിട്ടുപോയത്, സോറി. ട്രയാങ്കിൾ വരച്ചു ഇവിടെ, എന്നിട്ട് എക്സിറ്റ് ചെയ്യുന്നു. ഇവിടെ അതേ സാധനം തന്നെ ചെയ്യുന്നു. ഈ റെക്ടാങ്കിൾ മാറ്റിയിട്ട് ഞാൻ ട്രയാങ്കിൾ ആക്കുന്നു. ഇനി എക്സിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഡയറക്റ്റ് ലോക്ക് ചെയ്യുന്നു. ഈ ഒരു സ്കെച്ച് സെലക്ട് ആയി. എനിക്ക് ആ അറ്റത്തുള്ള സ്കെച്ച് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഡയറക്റ്റ് എനിക്ക് എന്റെ ലോഫ്റ്റ് ചെയ്യുക കാണാം, പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ആൻഡ് ഫൈനലി എനിക്ക് പക്ക ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ, ഇതൊരു ബാൾസയുടെ പീസാന്നുള്ള സ്കീമിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത സ്കെച്ചുകൾ അതൊക്കെ എനിക്ക് ഹൈഡ് ചെയ്തതാണ് ഇനി. എന്നിട്ട് ഞാൻ മെറ്റീരിയൽസിൽ പോയിട്ട് ഇത് എഡിറ്റ് മെറ്റീരിയൽസ് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ മെറ്റീരിയൽ ബാൾസ ആയിരിക്കും, ഇപ്പൊ ബാൾസ ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് എന്റെ ഫുൾ എയർ ഫോയിൽ കിട്ടിയിട്ടുണ്ട് ബാൾസിന്റെ. ഇനി ജസ്റ്റ് ഇപ്പൊ എന്റെ ഈ വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെന്റിമീറ്ററിന്റെ കോഡ് ലെങ്ത്തും 50 സെന്റിമീറ്ററിന്റെ ഒരു വിങ് സ്പാൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഒറ്റ സൈഡിലത്തെ വിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ജസ്റ്റ് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്ത് മെഷർ ചെയ്യാം. മാസ് പ്രോപ്പർട്ടി പോയിട്ട് എത്ര വെയിറ്റ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് 6.22 ഗ്രാംസ് മാത്രമേ വരുള്ളൂ ഈ എൻറ്റയർ ബിൽഡിന്. സോ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ എനിക്കിനി ജസ്റ്റ് ഒരു അലുമിനിയം പ്ലേറ്റ് ആണെങ്കിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനേ ഉള്ളൂ. അതേസമയത്ത് എന്റെ മേളിലും കൂടെ കോട്ടിംഗ് ആയിട്ട് ബാൾസുകൾ വരും. ഒരു സർഫസ് എക്സ്ട്രൂഡ് ചെയ്ത് ബാൾസ് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പക്കാ പ്രോപ്പർ ആയിട്ട് കിട്ടും എന്റെ റിസൾട്ട്. അപ്പോ അത്രേ ഉള്ളൂ ഈ വീഡിയോയ്ക്ക്. അപ്പോൾ